ചോറ്റാനിക്കരയിൽ നവരാത്രി മഹോത്സവം എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാട്ടോ. ലോകമെമ്പാടുമുള്ള ഭക്തജനങ്ങൾ ചോറ്റാനിക്കര അമ്മയെ കാണാൻ ഈ 9 ദിവസങ്ങളിലായി എത്താറുണ്ട്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ പൂജ ഹോളിഡേയ്സ് വരുമ്പോൾ ഉള്ളിലൊരു സന്തോഷമായിരുന്നു. ഹാവു, ഇനി കുറച്ച് ദിവസത്തേക്ക് പഠിക്കുക പറച്ചിൽ കേൾക്കണ്ടല്ലോ. എന്നാൽ ആ ദിവസങ്ങളിൽ മാത്രം വായനയോട് പ്രത്യേക സ്നേഹമാണ്. ഇത്തവണത്തെ നവരാത്രിക്ക് എനിക്ക് സ്പെഷ്യലാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ രസാഗ്നിധാരയിലെ കുട്ടികളുടെ അരങ്ങേറ്റമാണ് കേട്ടോ. ഒക്ടോബർ 2-ാം തീയതി രാവിലെ 9:30. എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് ഞാൻ സ്വന്തമായി ഡാൻസ് ക്ലാസ് ആരംഭിക്കുന്നത്. അന്നു മുതൽ ഇന്ന് വരെ അമലും അമലിൻ്റെ പാരൻസും എനിക്ക് വലിയ സപ്പോർട്ടാണ്. ആദ്യം വീട്ടിലായിരുന്നു ക്ലാസ്, പിന്നീട് ഒരു അംഗനവാടിയിലായിരുന്നു. അതിനുശേഷമാണ് ചോറ്റാനിക്കരയിൽ ടാറ്റ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റുള്ള T3 ബിൽഡിങ്ങിൽ മാറ്റിയത്. സാറ്റർഡേ ഈവനിങ് ക്ലീനിങ് ചെയ്ത് സൺഡേ മോർണിംഗ് 10:30-ക്കാണ് കുട്ടികൾക്ക് റിഹേഴ്സൽ. ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത് എരുവേലിയിലുള്ള പോർച്ചുഗൽ റെസ്റ്റോറൻറ്റിലാണ്. ഞങ്ങൾ ഓർഡർ ചെയ്തത് ചില്ലി ചിക്കനും തന്തൂരി റൊട്ടിയും, പിന്നെ എൻ്റെ ഫേവറേറ്റ് പനീറും ബട്ടർ നാനുമാണ്. അമലിൻ്റെ അച്ഛനും അമ്മയോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അച്ഛനും അമ്മയും ഞങ്ങളെ മക്കളെ എപ്പോഴും ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ്. പ്രത്യേകിച്ചൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല, ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് അവരിതിനെല്ലാം തയ്യാറാവുന്നത്. അവരുടെ ഓരോ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടാണ് അവർ ഞങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിക്കുമ്പോൾ അച്ഛനും അമ്മയും എനിക്ക് വേണ്ട ഉപദേശങ്ങളാണ് തരുന്നത്. എന്തെല്ലാം ചെയ്യണം, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ഇതെല്ലാം ഓർത്ത് വെക്കണം എന്നുള്ള കാര്യങ്ങൾ. അങ്ങനെ ഞങ്ങൾ സന്തോഷമായി ഫുഡ് കഴിച്ച് അന്ന് വീട്ടിൽ പോയി. രാവിലെ നേരത്തെ എത്തി കുട്ടികൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരുക്കി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഈ കുട്ടികളുടെ മുഖങ്ങൾ കാണുമ്പോഴാണ് എനിക്ക് ഏറ്റവും സന്തോഷം. അവരെല്ലാവരും എത്ര എക്സൈറ്റഡ് ആണെന്നറിയോ. എൻ്റെ കയ്യിലിരിക്കുന്ന ഓരോ സാധനങ്ങളും കണ്ട് ഇത് ഞങ്ങൾക്കുള്ളതാണോ, ഇതെപ്പോൾ തരും എന്നുള്ള ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നിഷ്കളങ്കമായ ചോദ്യത്തിലാണ് നമ്മുടെയൊക്കെ മനസ്സറിയുന്നത്. അങ്ങനെ ഓരോരുത്തർക്കായി എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെലവുകളെല്ലാം ഞാൻ കൊടുക്കുമായിരുന്നു. അത് കിട്ടിയ ഉടനെ അവരുടെ സന്തോഷവും ഓടിപ്പോയി പാരൻസിനെ കാണിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ പണ്ടത്തെ കൊച്ചിലത്തെയുള്ള കാര്യങ്ങൾ ഓർമ്മ വന്നത്. സ്കൂളിൽ പോകാൻ ബസ് കാത്തിരിക്കുമ്പോൾ ഒരു നിമിഷം ഞാൻ അടങ്ങിയിരിക്കില്ലായിരുന്നു. എവിടെ പാട്ട് കേട്ടാലും ഞാൻ ഡാൻസ് കളിക്കുമായിരുന്നു. വീട്ടിൽ വാർമുടിയെല്ലാം വെച്ച് കണ്ണാടിയുടെ മുമ്പിൽ ഡാൻസ് കളിക്കുമ്പോഴൊക്കെ ആ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഈ കുട്ടികളെ കണ്ടപ്പോൾ ഓർമ്മ വന്നത്. ഇവരുടെ അരങ്ങേറ്റത്തിന് വേണ്ടി ഇവർ ചെയ്യുന്നത് 6 ഇനങ്ങളാട്ടോ. അലാരിപ്പും, പുഷ്പാഞ്ജലി, ജതിസ്വരം, ശബ്ദം, കീർത്തനം, മംഗളം. ഈ കുട്ടികൾ എല്ലാവരും എത്രത്തോളം കളിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അതിനൊന്നിനെയും പറ്റി ഞാൻ ബോധേഡല്ല. എന്താന്ന് വെച്ചാൽ ഇവർ കുഞ്ഞുങ്ങളല്ലേ, ഇവരെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യട്ടെ എന്നാണ് ഞാൻ കരുതുന്നത്. ഇവരെ ഇന്ന് വരെ വഴക്ക് പറയാനോ അടിക്കാനോ ഒന്നും ഞാൻ മുതിർന്നിട്ടില്ല. എന്താന്ന് വെച്ചാൽ അത് ഏറ്റവും കൂടുതൽ വിഷമാവുന്ന എനിക്കായിരിക്കും. കുഞ്ഞുങ്ങളെ വഴക്ക് പറയുമ്പോൾ പിന്നെ അതെനിക്കൊരു റിഗ്രറ്റാണ്. അയ്യോ, ആ കുട്ടിക്ക് അത്ര വിഷമായി കാണും എന്നോർത്ത്. ഇവരെല്ലാവരെയും നന്നായി പെർഫോം ചെയ്യാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. താങ്ക് യു.